Good morning, my dears. Next topic, operations management functions. Operations management means the management functions are applied in operations areas is called as operations management. ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ എന്താ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്. കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട്, അതായത് നമ്മുടെ അടുത്തുള്ള എല്ലാ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഓപ്പറേഷൻസ് എന്ന് പറയാം. അപ്പോൾ ഏതൊരു ആക്ടിവിറ്റിയും വളരെ ബെസ്റ്റായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യിപ്പിക്കാനായിട്ട് കഴിയുന്ന ഒരു ഫംഗ്ഷനെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ബിസിനസ് ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതായത് കോസ്റ്റ് റിഡക്ഷൻ വേണം, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ദെൻ ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യണം, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യണം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം, പ്രൊഡക്ഷൻ ഈസിയാക്കി മാറ്റണം. ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്, ഓപ്പറേഷൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ആക്ടിവിറ്റി, ഒരു ബിസിനസ് സ്ഥാപനത്തിലൊരു ആക്ടിവിറ്റി, അവർ ചെയ്യുന്ന പ്രൊഡക്ഷനാണോ സർവീസാണോ എന്താണെങ്കിലും വളരെ നല്ല രീതിയിൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാനുള്ള ആ ആക്ടിവിറ്റീസിനെയാണ് അവിടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായി. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് കൺവേർഷൻ പ്രോസസ്സാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ നമുക്ക് ചെയ്യാനുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഡ്യൂട്ടീസ് ഇംപ്ലൈഡ് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്? Then operations management is an integral part of all type of organization. To understand various functions of operation management, our classification scheme can be used. Then operations management is an integral part of all type of organization. എല്ലാ സ്ഥാപനത്തിലും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മാനേജീരിയൽ ഫങ്ഷനാണ്. അതായത് ഇപ്പോൾ സർവീസ് ഹോസ്പിറ്റൽസ് ആവട്ടെ, സ്കൂൾസ് ആവട്ടെ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, എവിടെയാണോ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലാണെങ്കിലും അതേസമയം തന്നെ പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലും ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി അവിടെയുണ്ട്. ദെൻ അവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? ദെൻ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ സ്ഥാപനത്തിലും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഒഴിവാക്കാൻ പറ്റാത്ത വൺ ഓഫ് ദി ആക്ടിവിറ്റിയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. What are the functions implied in operations management? That is, the first function is design function. നമുക്ക് ഏതൊക്കെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് ഫങ്ഷൻ? ഡിസൈൻ ഫങ്ഷൻ. ഡിസൈൻ ഫങ്ഷൻ. Operations management is an integral part of every organization. Different types of functions included in operations management. Then first one is design function. Design functions prepare configuration of the operations system to provide an overall framework under which the operation system will function. Various design functions can be product design and development. And then next one is process design, quality management, and location and layout facilities and capacity planning. അവിടെ ഡിസൈൻ മാനേജ്മെൻറ്റ്, ഡിസൈൻ ഫങ്ഷൻ ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണോ സർവീസാണോ അതിൻ്റെ ഡിസൈൻ പ്ലാനിങ്ങിനെയാണ് ഡിസൈൻ ഫങ്ഷൻസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then our first function is design functions prepare, that is the configuration of the operation system and provide an overall framework under which the operation system will function. Various design functions can be product design and development. അതിലെ ഡിസൈൻ ഫങ്ഷനിലെ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാവാം? പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടോ? പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രോസസ് ഡിസൈൻ, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ലൊക്കേഷൻ ആൻഡ് ലേഔട്ട് ഫെസിലിറ്റീസ്. Location and layout facilities. Location and layout facilities. That is, and capacity planning. നമ്മുടെ ഫസ്റ്റ് ഫങ്ഷൻ ഏതാണ്? ഡിസൈൻ ഫങ്ഷൻ.
ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ പ്ലാനിങ് അല്ലെങ്കിൽ ഡിസൈൻ ഫംഗ്ഷൻ ഉണ്ട്. പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഒരു പ്രൊഡക്റ്റ് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ്, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണം. ആ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റിനെ റിയാലിറ്റി ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് എ പ്രോസസ് ഡിസൈൻ. ഏത് മെത്തേഡിലൂടെയാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ദറ്റ് ഈസ് ദ പ്രോസസ് ഡിസൈൻ. അവിടെ നമുക്ക് പ്രോസസ് ഡിസൈൻ ഏതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട രീതി എന്താണ്, അതിൻ്റെ മെത്തേഡ് എന്താണ്, അതിനെയാണ് പ്രോസസ് ഡിസൈൻ എന്ന് പറയുക. അപ്പോൾ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രോസസ് ഡിസൈനിങ് ആൻഡ് ഓൾസോ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അതിൻ്റെ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് ലൊക്കേഷൻ ലേഔട്ട് ഫെസിലിറ്റീസ് ആൻഡ് കപ്പാസിറ്റി പ്ലാനിങ്. ഇത്രയും കാര്യങ്ങൾ മുൻകൂട്ടി ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഈസ് ദറ്റ് ഈസ് ദ ഡിസൈൻ ഫങ്ഷൻ. എല്ലാത്തും ഡിസൈൻ ചെയ്യാം. എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഏത് മെത്തേഡിലാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്ലാന്റ് ലൊക്കേഷൻ ഏതായിരിക്കണം, അതിൻ്റെ പ്ലാന്റ് കപ്പാസിറ്റി എന്തായിരിക്കണം, അതിൻ്റെ ലേഔട്ട് ഫെസിലിറ്റീസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഡിസൈൻ ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ദറ്റ് ഈസ് വൺ ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ, ദറ്റ് ഈസ് ഡിസൈൻ ഫംഗ്ഷൻ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ഓപ്പറേഷൻ കൺട്രോൾ ഫംഗ്ഷൻ. സെക്കൻഡ് വൺ ഈസ് ഓപ്പറേഷൻ കൺട്രോൾ ഫംഗ്ഷൻ. Operation second function is operation control function. Operation control function le functions of forecasting, production planning, functions of forecasting, production planning and control, supply chain management, മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് ആർ സം ഓഫ് ദി കൺട്രോൾ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. ആദ്യം പറഞ്ഞത് എന്താ, ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ഡിസൈനിങ് ഫങ്ഷൻ. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് എ ഡിസൈൻ ഫങ്ഷൻ. രണ്ടാമത് പറയുന്നത് കൺട്രോളിങ് ഫങ്ഷനാണ്, ഓപ്പറേഷൻ കൺട്രോൾ ഫങ്ഷൻ. കൺട്രോൾ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് എ മിനിമൈസേഷൻ ഓഫ് വേസ്റ്റേജ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നതാണ് ഇതിൽ വരിക കൺട്രോളിങ് എന്ന് പറയാം. അപ്പോൾ രണ്ടാമത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഒരു കൺട്രോളിങ് ഫംഗ്ഷൻ വരുന്നുണ്ട്. കൺട്രോളിങ് ഫംഗ്ഷനിലെ ഫങ്ഷൻസ് ഓഫ് ഫോർകാസ്റ്റിംഗ്, നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അവിടെ കൺട്രോളിങ് അങ്ങനെയാണല്ലോ, എത്ര പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് വരും, അതിനൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും, ആക്ച്വൽ പെർഫോമൻസ് നോക്കേണ്ടതായിട്ട് വരും. ദെൻ കമ്പാരിസൺ വിത്ത് ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ് ആൻഡ് ടേക്ക് എ കറക്റ്റീവ് മെഷേഴ്സ് ഫോർ ഡീവിയേഷൻ. ഇതാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, അത്രമാത്രം അതിനനുസരിച്ച് തന്നെ ആക്ച്വൽ പ്രോസസ്സ് ഉണ്ടോ, ആക്ച്വൽ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. എന്നിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണോ എന്ന് മെഷർ ചെയ്ത് നോക്കും. അവിടെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻ കറക്റ്റ് ചെയ്യാനുള്ള കറക്റ്റീവ് മെഷേഴ്സ് കൂടെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, ഫങ്ഷൻസ് ഓഫ് ഫോർകാസ്റ്റിംഗ്. ആദ്യം ഒരു ഫോർ വിഷൻ ഉണ്ടായിരിക്കണം. കൺട്രോളിങ്ങിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ഫങ്ഷൻസ് ഓഫ് ഫോർകാസ്റ്റിംഗ്, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, supply chain management, maintenance management are some of the controls of operations management, are control functions of operation management. ഏതൊക്കെയായിരിക്കും കൺട്രോൾ ഫങ്ഷൻസിൽ, അവിടെ ഫോർവേഡ് പ്ലാനിങ് അല്ലെ ഫോർകാസ്റ്റിംഗ് ഉണ്ടായിരിക്കണം. ദെൻ അവിടെ ഓപ്പറേഷൻസ് ഫങ്ഷൻസിൽ ഫസ്റ്റ് വൺ ഈസ് ഫോർകാസ്റ്റിംഗ്, സപ്ലൈ ചെയിൻ ഫോർകാസ്റ്റിംഗ് ഉണ്ടായിരിക്കണം. ദെൻ പ്രൊഡക്റ്റ് planning, then supply chain management and maintenance management. And maintenance management are the some of the areas of ഓപ്പറേഷൻസ് കൺട്രോൾ ഫംഗ്ഷൻ. അപ്പോൾ ഓപ്പറേഷൻസ് കൺട്രോളിൽ സാധാരണ ചെയ്യുന്ന കൺട്രോളിങ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, ഫോർകാസ്റ്റിംഗ് ഫംഗ്ഷൻ. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഫോർകാസ്റ്റിംഗ് ഫംഗ്ഷൻ, സെക്കൻഡ് വൺ ഈസ് പ്രൊഡക്റ്റ് പ്ലാനിങ്, ദെൻ തേർഡ് വൺ ഈസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. ഏതൊക്കെയാണ്, ഫോർകാസ്റ്റിംഗ്, പ്രൊഡക്റ്റ് പ്ലാനിങ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്. Then design issues are often strategic in nature while operational issues are tactical in nature.
രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഡിസൈൻ ഇഷ്യൂസ് ആർ ഓഫൺ സ്ട്രാറ്റജിക്. ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് ടെക്നിക് ആണെങ്കിൽ ദാറ്റ് ഈസ് ഓപ്പറേഷണൽ ഇഷ്യൂസ് ആർ ടാക്ടിക്കൽ ഇൻ നേച്ചർ. അപ്പോൾ സ്ട്രാറ്റജിക് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രാറ്റജിക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓപ്പറേഷൻസ് ഫങ്ഷൻസിൽ ഡിസൈൻ ഇഷ്യൂസ് ആർ ദ സ്ട്രാറ്റജിക് ഇൻ നേച്ചർ ആൻഡ് ഓപ്പറേഷൻസ് ഫങ്ഷൻസ് ആർ ടാക്ടിക്കൽ ഇൻ നേച്ചർ. ടാക്ടിക്കൽ എന്ന് പറയുമ്പോൾ തന്ത്രപൂർവം. ദെൻ അവിടെ രണ്ട് തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഡിസൈൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് നേച്ചർ ആണെങ്കിൽ രണ്ടാമത് പറയുന്നത് ഓപ്പറേഷൻസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ടാക്ടിക്കൽ ഇൻ നേച്ചറാണ്. Take example, capacity planning. At design issue, we are interested to know capacity requirement of meeting targeted business plans, but as control issues are the objective is to match the requirement of available capacity. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താ ആദ്യം പറഞ്ഞ ഫംഗ്ഷൻ ഡിസൈൻ ഫംഗ്ഷനാണ്, രണ്ടാമത് പറയുന്നത് ഓപ്പറേഷൻ കൺട്രോൾ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ട്. ഓപ്പറേഷൻ കൺട്രോൾ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ദറ്റ് ഈസ് എ ഫോർകാസ്റ്റിംഗ് ഫംഗ്ഷൻ, പ്രൊഡക്റ്റ് പ്ലാനിങ്, supply chain management and maintenance management. And third one is long term functions. Third function is long term function. Long term functions. Long term functions le certain operations management functions long term and distance with respect to them in the made once every 5 to 10 years, where to locate a new plant is one of such decisions. Most of the design related decisions are made in on long term horizon. പിന്നെ പറയുന്ന മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ഫംഗ്ഷൻ ആണ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഷോർട്ട് ടേം ഫംഗ്ഷൻ. ഷോർട്ട് ടേം ഫംഗ്ഷൻ. These are the important functions of operations management. Operations managementലെ ഡിസൈൻ ഫംഗ്ഷൻസ് വരാം, രണ്ടാമത് ഓപ്പറേഷൻസ് കൺട്രോൾ ഫങ്ഷൻസ് വരാം, തേർഡ് വൺ ഈസ് ലോങ് ടൈം ഫങ്ഷൻസും ഉണ്ട്, അതേസമയം ഷോർട്ട് ടൈം ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ലോങ് ടൈം ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് വല്ലപ്പോഴും എടുക്കുന്നത്, ലോങ് ടേമിലേക്ക് എടുക്കുന്നത് 5 ഇയറിൽ 5 വർഷത്തിനുള്ള ഒരു തവണയോ 10 വർഷത്തിനുള്ള ഒരു തവണയോ ഒക്കെ എടുക്കുന്ന വലിയ വലിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസാണ് ലോങ് ടൈം ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെർട്ടൈൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ലോങ് ടൈം ആൻഡ് ദ ഡിസിഷൻസ് വിച്ച് റെസ്പെക്ട് ടു ദം ഈസ് മെയ്ഡ് വൺസ് എവറി 5 or 10 ഇയേഴ്സ്. അതായത് 5-10 വർഷത്തിനുള്ളിൽ വല്ലപ്പോഴും എടുക്കുന്ന ഡിസിഷൻസിനെയാണ് ലോങ് ടൈം ഡിസിഷൻസ് എന്ന് പറയുക. അതേപോലെ തന്നെ അത്തരം വർഷങ്ങളിലേക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനെയാണ് ലോങ് ടൈം ഡിസിഷൻസ് എന്ന് പറയുന്നത്. വേർ ടു ലൊക്കേറ്റ് എ ന്യൂ പ്ലാന്റ് ഈസ് വൺ ഓഫ് സച്ച് ഡിസിഷൻ. മോസ്റ്റ് ഓഫ് ദ ഡിസൈൻ റിലേറ്റഡ് ഡിസിഷൻസ് ആർ മെയ്ഡ് ലോങ് ടൈം ഹൊറിസോൺ. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഷോർട്ട് ടൈം ഡിസിഷൻ. ഇനി എന്താണ് ഷോർട്ട് ടൈം ഡിസിഷൻ? ഷോർട്ട് ടൈം ഫങ്ഷൻസ്. ഷോർട്ട് ടൈം ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ് ഇൻ ഫിക്സഡ് സൈക്കിൾസ് ഓഫ് 1 year. ഓരോ വർഷവും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനെയാണ് ഷോർട്ട് ടൈം ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്, master production scheduling etc. are done once or twice in a year, while operation scheduling are done for every short period, maybe 1 or 2 weeks. ഇവിടെ ഷോർട്ട് ടൈം ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആക്ടിവിറ്റി നടക്കണം, അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്, എത്രമാത്രം പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യണം, കണ്ടോ, അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്. ലോങ് ടൈം ഡിസിഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ ആയിരിക്കണം അതിൻ്റെ ലൊക്കേഷൻ, ഏത് തരത്തിലുള്ള മെഷീനറീസാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് എന്താണ്, ഇതൊക്കെ ആയിരിക്കാം ലോങ് ടൈമിലേക്ക് വരുന്നത്. ഒരു മെഷീനറി ഒന്നും എപ്പോഴെപ്പോഴും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ 5 ഇയേഴ്സിലേക്കോ 10 ഇയേഴ്സിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ സംഘടിപ്പിക്കുകയും അത് ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അത്തരത്തിലെടുക്കുന്ന ഡിസിഷൻസിനെയാണ് ലോങ് ടൈം ഡിസിഷൻസ് എന്ന് പറയാം. ഷോർട്ട് ടൈം ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഷോർട്ട് ടൈം ആക്ടിവിറ്റീസ് ഓഫ് ദ ഷോർട്ട് ടൈം പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. ദെൻ അതിലെ അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ, എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, ദറ്റ് ഈസ് അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ. അവിടെ നമ്മൾ അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്, അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്, അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്, master production scheduling etc. are done once or twice in a year, while operation scheduling are done for every short period, maybe once or 2 weeks. അങ്ങനെ ഓരോ ആഴ്ചത്തെയോ 2 ആഴ്ചത്തെയോ ഒക്കെ പ്രൊഡക്ഷൻസ് പ്ലാൻ ചെയ്യാം. അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഷോർട്ട് ടൈം ഫങ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യേണ്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്.
Then it may be classified into 4. That is, the first function is designing function, second function is operation control function, then third function is long term function, and the fourth one is short term function. Then first one is design function. Design functionലെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഡിസൈൻ ഫങ്ഷൻസിലെ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രോസസ് ഡിസൈൻ, quality management, location layout, facility location layout and layout facilities and capacity planning. ഇതെല്ലാമാണ് ഇതിൽ വരിക ഡിസൈൻ ഫംഗ്ഷൻ. ഡിസൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്, ഒരു ടോപ്പ് ലെവൽ ആക്ടിവിറ്റിയാണ് ഡിസിഷൻസ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻസ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഫംഗ്ഷനാണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രോളിംഗ് ഫംഗ്ഷനാണ്. ഓപ്പറേഷൻ കൺട്രോളിംഗ് ഫംഗ്ഷനാണ്. ആ കൺട്രോളിംഗ് ഫംഗ്ഷനിലെ ഫോർകാസ്റ്റിംഗ്, പ്രൊഡക്റ്റ് പ്ലാനിംഗ്, supply chain management and maintenance management. These are the functions included in operations control function. Then third point is long term functions. Long term functions എന്ന് പറയുന്നത് the decision taken for 5 years or 10 years, 5 വർഷം കൂടുമ്പോഴോ 10 വർഷം കൂടുമ്പോഴോ ഒക്കെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, that is a long term functions എന്ന് പറയാം. Then ലാസ്റ്റ് പറയുന്നത് ഷോർട്ട് ടൈം ഫങ്ഷൻസ് ആണ്. ഷോർട്ട് ടൈം ഫങ്ഷൻസിൽ അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്, then next one is aggregate production planning, master production scheduling, etc. done for once or twice in a year, while operation scheduling are done for every short period, maybe 1 or 2 weeks. ഇതാണ് അവിടെ functions of operations management. Then next നമ്മുടെ topic objectives of operations management. Next one is objectives of operations management. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതാണ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് പ്രോസസ് വിച്ച് ഈസ് ഇൻവോൾവ് വിത്ത് ഓൾ ദി അതർ ആസ്പെക്ട് ഓഫ് ബിസിനസ്, നെയിംലി ബിസിനസ് പ്ലാനിംഗ്, മാർക്കറ്റിംഗ്, സെയിൽസ്, ഫിനാൻസ്, ഹ്യൂമൻ resources management, purchasing, research and development and distribution. This process necessarily involve both the all important customer and the supplier upon whom the organization will be heavily dependent, especially in just in time operation. Operations management എന്ന് പറയുമ്പോൾ it is a part of integrated process which is involved in all other aspect of business. ഞാൻ ആദ്യമേ പറഞ്ഞു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് ഇത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് നെയിംലി ബിസിനസ് പ്ലാനിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, പർച്ചേസിംഗ്, research and development and distribution. The process necessarily involve both the all important customer and the supplier upon whom the organization will be heavily dependent, especially in the just time operation. The next one is operations management is characterized as a management system which provides for a formal integration of organizational resources across enterprise. Manufacturing competitiveness requires strategic management of operations. Then objectives of operations management can be categorized into 2 broad types. ഇവിടെ നമുക്ക് 2 തരത്തിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്യാം. കസ്റ്റമർ സർവീസസ് ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. 2 തരത്തിലാണ്. അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണ്? ഒന്ന്, ടു പ്രൊവൈഡ് കസ്റ്റമർ സർവീസസ്. ഫസ്റ്റ് വൺ ഈസ് കസ്റ്റമർ സർവീസസ്. രണ്ടാമത് പറയുന്ന ഫങ്ഷൻ എന്ന് പറയുന്നത് that is resource utilization. Resources utilization.
യൂട്ടിലൈസേഷൻ. അപ്പോൾ നമുക്കറിയാം ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് കസ്റ്റമർ സർവീസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ അതിന് ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം, അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്, അല്ലെങ്കിൽ പ്രൊവൈഡ് കസ്റ്റമർ സർവീസസ്. കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ നിലനിർത്തി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, കസ്റ്റമർ സർവീസസ്, കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. സോ ഇറ്റ് ഈസ് എ പ്രൊവൈഡ് വാല്യൂ ആഡഡ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസിന് ഉപരിയായിട്ടുള്ള രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, കസ്റ്റമർ സർവീസസ് എന്ന് പറയാം. രണ്ടാമത് പറയുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് യൂട്ടിലൈസേഷനാണ്. ഒരു സ്ഥാപനത്തിൻ്റെ റിസോഴ്സസ് ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടണം എന്ന് പറയുന്നതും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ അനദർ ഫംഗ്ഷനാണ്. അതായത് റിഡ്യൂസ് വേസ്റ്റേജ് കുറയ്ക്കുക, അതുപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന അനദർ ഫംഗ്ഷൻ കൂടെ റിസോഴ്സസ് യൂട്ടിലൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദറ്റ് ഈസ് എ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് കസ്റ്റമർ സർവീസസ്, ടു പ്രൊവൈഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ടു കസ്റ്റമേഴ്സ്. സെക്കൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണ്. റിസോഴ്സ് യൂട്ടിലൈസേഷനിലെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ശരിയായിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയായിരിക്കാം, മാൻ പവർ ആയിരിക്കാം, മെറ്റീരിയൽ ആയിരിക്കാം, എന്താണെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ റിസോഴ്സസ് ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ്, സെക്കൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പറേഷൻ സിസ്റ്റം ഈസ് ടു യൂട്ടിലൈസ് റിസോഴ്സസ് ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി കസ്റ്റമർ വാണ്ട്സ്. ദെയർഫോർ കസ്റ്റമർ സർവീസസ് ഈസ് എ കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, കസ്റ്റമർ സർവീസസ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ്. Operation system must provide something to specification which can be satisfy the customer in terms of cost and timing. Thus providing the right thing at right place at the right time can satisfy primary objectives. ശരിക്കും അവിടെ എന്താ പറയുക, right product, right thing at the right price at the right time. അവിടെ മൂന്ന്, right thing, right price, right thing, റൈറ്റ് ടൈം. അതായത് റൈറ്റ് തിങ്, റൈറ്റ് പ്ലേസ്, റൈറ്റ് പ്രൈസ് അറ്റ് റൈറ്റ് ടൈം. ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള പ്രോഡക്റ്റുകൾ ശരിയായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെ, അതിന് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർ സർവീസ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, കസ്റ്റമർ സർവീസ്, ടു പ്രൊവൈഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ടു കസ്റ്റമേഴ്സ്. ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. The primary objective of operations management is to produce the product determine cost all the same time should be produced according to the specified quality. Further production activities should be undertaken in the stipulated time. Then അതിൽ നമ്മൾ നോക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, കസ്റ്റമർ സർവീസസിൽ ഫസ്റ്റ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. റിഡ്യൂസ് cost of production. First one is reduce cost of production. Then second one is improve product quality. Improve product quality. Improve product quality. Then next one is fix time schedule. Fix time schedule. Then resources utilization functions, utilization of machinery and equipment. Utilization of machinery and equipment. Then second one is material control. And C, manpower utilization.
manpower utilization and manufacturing services അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസിനെ രണ്ടായിട്ട് ഒബ്ജക്റ്റീവ്സിനെ ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പെർഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ആ ഒബ്ജക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് കസ്റ്റമർ സർവീസസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഒന്നാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദെൻ ടു പ്രൊവൈഡ് ആക്ച്വൽ കസ്റ്റമർ സർവീസസ്, ശരിയായിട്ടുള്ള കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. രണ്ടാമത് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് അനദർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ആ സ്ഥാപനത്തിൻ്റെ റിസോഴ്സസിനെ ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടണമെങ്കിലും റിസോഴ്സ് യൂട്ടിലൈസേഷനും എന്താവശ്യമാണ്? ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കസ്റ്റമർ സർവീസസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ദെൻ കസ്റ്റമർ സർവീസസിലെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കസ്റ്റമർ സർവീസസിൻ്റെ ഒബ്ജക്റ്റ്, എന്താണ് നമ്മൾ കസ്റ്റമർ സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മുടെ കോസ്റ്റ് കുറച്ചുകൊണ്ട് മിനിമം കോസ്റ്റിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് എത്തിക്കാനായിട്ട് സാധിക്കണം. അവിടെയാണ് നമ്മൾ പറയുന്നത് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യണം. രണ്ടാമത് പറയുന്നത് ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, ഇമ്പ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി ആൻഡ് ഫിക്സ് ടൈം ഷെഡ്യൂൾ, ശരിയുള്ള സമയത്ത് നമ്മൾ ഒരു ടൈം ഷെഡ്യൂൾ ഫിക്സ് ചെയ്യണം. ക്വാളിറ്റി കൂട്ടണം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യണം, ഫിക്സ് ടൈം ഷെഡ്യൂൾ. ഇത് 3 ഫങ്ഷൻസാണ് കസ്റ്റമർ സർവീസസിൽ വരിക. ദെൻ റിസോഴ്സസ് യൂട്ടിലൈസേഷനിലെ ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്. ആ സ്ഥാപനത്തിൻ്റെ മെഷീനറിയോ എക്യുപ്മെൻറ്റോ ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടണം. അത് പ്രവർത്തിക്കാതിരിക്കരുത്, അത് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ്റെ ഒരു വോള്യൂം ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കണം. അവിടെയാണ് എന്താ പറയുക യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്. മെഷീനറിയോ എക്യുപ്മെൻറ്റോ ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടണം. ദെൻ മെറ്റീരിയൽ കൺട്രോളിങ്, അതായത് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന മെറ്റീരിയൽ കൺട്രോളിങ്ങും അവിടെ ശ്രദ്ധിച്ചിരിക്കണം. മെറ്റീരിയൽ കൺട്രോൾ. തേർഡ് വൺ ഈസ് മാൻ പവർ യൂട്ടിലൈസേഷൻ, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാം, മാൻ പവർ യൂട്ടിലൈസേഷൻ. ആൻഡ് ഫോർത്ത് വൺ ഈസ് മാനുഫാക്ചറിങ് സർവീസസ്. ദീസ് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, പോയിൻ്റ് വൈസ് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്തൊക്കെയാണ് അതിൽ വരുന്നത് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് റിഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ആദ്യമേ പറഞ്ഞു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ മെയിൻ ഒബ്ജക്റ്റ് പറയുമ്പോൾ തന്നെ പറഞ്ഞു നമ്മളെന്താ ദ പ്രൊവൈഡിങ് റൈറ്റ് തിങ് അറ്റ് റൈറ്റ് പ്രൈസ് അറ്റ് ദ റൈറ്റ് ടൈം. റൈറ്റ് തിങ് റൈറ്റ് പ്രൈസ് റൈറ്റ് ടൈം, ശരിയായിട്ടുള്ള പ്രോഡക്റ്റുകൾ ശരിയായിട്ടുള്ള സമയത്ത് കസ്റ്റമേഴ്സിന് ശരിയായിട്ടുള്ള വിലയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ദെൻ അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോയിൻ്റാണ്. കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ കോസ്റ്റ് ക്ലാസിഫിക്കേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവിടെ കോസ്റ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് അവിടെ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വാരി വിത്ത് വോളിയം ഓഫ് ഔട്ട്പുട്ട്, അല്ലേ? വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുറയുന്നതിനനുസരിച്ച് വാരി ചെയ്യുന്ന കോസ്റ്റുകളെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. ദെൻ അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, നമുക്കറിയാവുന്നതാണ്. കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് ഓൾവേസ് പ്രിഫർ ടു ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഫോർ എ റീസണബിൾ പ്രൈസ്. Therefore, one of the main objective of operations management is to reduce manufacturing cost. അതായത് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു റിഡ്യൂസ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. Cost per unit of the product should be determined carefully and every effort should be made to conform to the standard. പക്ഷേ കോസ്റ്റ് കുറയ്ക്കും തോറും അവിടെ എന്ത് കുറയാനായിട്ട് പാടില്ല, പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡോ പ്രൊഡക്റ്റ് ക്വാളിറ്റിയോ കുറയാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. Appropriate steps should be taken to reduce both variable and fixed costs so as to achieve the reduction in total product cost. അവിടെ
കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ കോസ്റ്റിനെ രണ്ടായിട്ട് തരംതിരിക്കണം. ഫിക്സഡ് കോസ്റ്റോ അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കണം. ഫിക്സഡ് കോസ്റ്റും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും റിഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എഴുതിയിരിക്കണം. ഒരു തരത്തിലും അവിടെ എന്ത് കുറയാനായിട്ട് പാടില്ല, ക്വാളിറ്റി കുറയാനായിട്ട് പാടില്ല. Variable cost can be controlled by means of inventory and labor control technique. It can also be achieved through planning, scheduling, production process and increasing the volume of production and reduce fixed cost. വോള്യം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫിക്സഡ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് അവിടെ നമ്മൾ CVP അനാലിസിസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. CVP കോസ്റ്റ് വോള്യം ആൻഡ് പ്രോഫിറ്റ് അനാലിസിസ്, അതിനെയാണ് നമ്മളെന്ത് പറയുക, CVP അനാലിസിസ്. അവിടെ വോള്യം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ വോള്യൂം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെർഫോർ ടോട്ടൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇറ്റ് മാക്സിമൈസസ് ദ പ്രോഫിറ്റ്. അതുമൂലം നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിലെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? റിഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുക എന്ന് പറയുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. കസ്റ്റമേഴ്സ് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ ഒരു ഇതും പാടില്ല. അവിടെ എന്തുണ്ടായിരിക്കണം? ഇംപ്രൂവ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. അവിടെ ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ കസ്റ്റമർ സർവീസസ് ഓൾസോ ഇൻക്ലൂഡ്സ് പ്രൊവൈഡിങ് ക്വാളിറ്റി പ്രോഡക്റ്റ്. ദെൻ ദ മോഡേൺ അപ്രോച്ച് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് ടു എലിമിനേറ്റ് ഡിഫക്റ്റ് ആൻഡ് വേസ്റ്റേജ് ആസ് ഫാർ ആസ് പോസിബിൾ സോ ദാറ്റ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഇംപ്രൂവ്ഡ് അലോങ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ദെൻ അവിടെ മുൻകാലഘട്ടങ്ങളിൽ പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് കൂടുന്തോറും അവിടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി കുറയുമായിരുന്നു. പക്ഷേ മോഡേൺ ഡേയ്സിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുമ്പോൾ ടു എലിമിനേറ്റ് ഡിഫക്റ്റ് ആൻഡ് വേസ്റ്റേജ്, ഡിഫക്റ്റ് കുറയ്ക്കുക, വേസ്റ്റേജ് റിഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ്. ദ മോഡേൺ അപ്രോച്ച് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് ടു എലിമിനേറ്റ് ഡിഫക്റ്റ് ആൻഡ് വേസ്റ്റ് ആസ് ഫാർ ആസ് പോസിബിൾ so that quality of product and services improved along with the increase in the production. Consequently, manufacturing costs will also be reduced. Therefore, objective should be improve quality of product. Quality management programs now recognized productivity. അപ്പോൾ രണ്ടാമത് പറയുന്നത് മോഡേൺ അപ്രോച്ച് പ്രകാരം വോള്യൂം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും ക്വാളിറ്റി ഡിക്രീസ് ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ഫങ്ഷനായിട്ട് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ദെൻ തേർഡ് പോയിൻ്റ് ഈസ് ഫിക്സ്ഡ് ടൈം ഷെഡ്യൂൾ. Another important objective of operation management is to set up time schedule for various production activities. ഓരോ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനും നമ്മൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടൈം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ടൈം ഷെഡ്യൂൾ ഷുഡ് നോട്ട് ബി സെറ്റ് അപ്പ് ഓഫ് ദ ഷിപ്മെൻറ്റ് അലോൺ. ഇറ്റ് ഷുഡ് ബി ബ്രോക്കൺ അപ്പ് ഇൻ ടു ഓൾ സബ് സിസ്റ്റം ലൈക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ സിസ്റ്റം, ഇൻവെൻറ്ററി ടേൺ ഓവർ റേറ്റ്, മെഷീനറി യൂട്ടിലൈസേഷൻ റേറ്റ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് man hours per unit, capacity utilization, machine and labor idle time, setup, prepare and maintenance time, etc. Time schedule objective are directly affect the cost and quality and the goodwill of the business. Time schedule or time management is directly affect the cost and quality and goodwill of the business in terms of regularly shipment. അപ്പോൾ സിമ്പിൾ പോയിൻ്റ് ആണ്. അവിടെ നമുക്കൊരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡയറക്റ്റ്ലി അഫക്ട് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബാധിക്കും, ക്വാളിറ്റിയെ ബാധിക്കും, ഗുഡ്വില്ലിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ടുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് കൂടെ ഉണ്ടായിരിക്കണം. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് പാർട്ട് ഇതാണ്. സെക്കൻഡ് പാർട്ട് ഈസ് റിസോഴ്സസ് യൂട്ടിലൈസേഷൻ, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളതാണ്. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിലെ അനദർ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു യൂട്ടിലൈസ് റിസോഴ്സ് ഇഫക്റ്റീവ്ലി ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ വാണ്ട്സ്. കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അതിൻ്റെ റിസോഴ്സസിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമർ സർവീസസ് മസ്റ്റ് ബി provided with the achievement of effective operations through efficient use of resources. Inefficient use of resources or inadequate customer service leads to failure of operating system. Then operations management is concerned mainly with the utilization of resources, obtaining maximum effect from resources or minimizing their loss under utilization of waste. Then the main
The objectives of resource utilization of operation management can be mentioned as follows. ഏതൊക്കെയാണ് യൂട്ടിലൈസേഷൻ ഫങ്ഷൻസിൽ വരുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? First one is utilization of machinery and equipment. അവിടെ മെഷീനറീസോ എക്യുപ്മെൻറ്റ്സോ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടണം എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദി ഫങ്ഷൻ. നോട്ട് ഓൺലി ദ അക്വിസിഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് ബട്ട് ഇറ്റ് ഈസ് യൂട്ടിലൈസേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ അച്ചീവിങ് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഒരു മെഷീനറി വാങ്ങിക്കുകയോ അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതല്ല ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഒരു പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത്. ആ മെഷീനറി ഇഫക്റ്റീവായിട്ട് ആ മെഷീനറിയുടെ കപ്പാസിറ്റി എത്രയാണോ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം, മാക്സിമം കപ്പാസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കോസ്റ്റ്, അതായത് ആ മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അവിടെ പറയുന്നത് എന്താ, ദ കപ്പാസിറ്റി ദെൻ അവിടെ മെഷീനറി വാങ്ങിയാൽ മാത്രം പോരാ, അതിൻ്റെ ഇഫക്റ്റീവ് ടു എൻഷുർ ദ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്. Then next one is the capacity and adequacy. The capacity and adequacy of the existing machines should be considered in terms of demand forecast. New machines should be installed and the old machineries and equipment should be replaced according to the production requirement. Effort should also be made to increase the utilization of the rate of machinery through repair, maintenance and maximum occupancy of the machine. Next, second function is material control. Second function is material control. ആദ്യം effective utilization of machinery. ഇത് വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ മെറ്റീരിയൽ കൺട്രോൾ, അതായത് ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അവിടെ ഇഫക്റ്റീവ് മെറ്റീരിയൽ മാനേജ്മെൻറ്റാണ് നമുക്ക് ഉണ്ടാവേണ്ടത്, ഇഫക്റ്റീവ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. അപ്പോൾ മെറ്റീരിയൽ മാനേജ്മെൻറ്റിലെ മെറ്റീരിയൽ ഈസ് എൻ എസെൻഷ്യൽ എലമെൻറ്റ് ടു ക്യാരി ഔട്ട് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. There is a need to exercise greater control over the receipt issue and use of material in the production process. Production cost normally increase due to wastage material. Production cost സാധാരണയായിട്ട് ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസസ് ഡ്യൂ ടു വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ. ദെർഫോർ സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൻ ടു അവോയ്ഡ് വേസ്റ്റേജ് ആസ് ഫാർ ആസ് പോസിബിൾ. അതുകൊണ്ട് നമ്മളവിടെ എന്ത് ചെയ്യണം? വേസ്റ്റേജ് റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. സിമിലർലി എക്സസ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ഷുഡ് ബി അവോയ്ഡഡ്. കൂടുതൽ സ്റ്റോക്ക് വെക്കുക എന്ന് പറയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ ഈസ് മാൻ പവർ യൂട്ടിലൈസേഷൻ. അപ്പോൾ ആദ്യം മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് പർച്ചേസ് ശ്രദ്ധിച്ചിരിക്കണം, സ്റ്റോക്ക് അതുപോലെ തന്നെ അതിൻ്റെ ഇഷ്യൂ എല്ലാം ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ ഈസ് മാൻ പവർ യൂട്ടിലൈസേഷൻ. മാൻ പവർ യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടണം അല്ലേ. മാൻ പവർ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇൻപുട്ട് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്. Therefore, manpower should be used properly with a view to increase labor production. Controlling of manpower is an essential in all spheres activities such as selection, placement, training, rewarding and utilization of manpower. അവിടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ മാൻപവർ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റാണ് അവിടുത്തെ മാൻപവർ എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതിൽ മാൻപവർ യൂട്ടിലൈസേഷനിലെ മാൻപവറിൻ്റെ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് അല്ലേ, റിക്രൂട്ട്മെൻറ്റിനെ തുടങ്ങണം, ക്വാളിറ്റി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, സെലക്ഷൻ പ്രോസസ്സ്, ദെൻ സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്, റിവാർഡിങ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ തേർഡ് പോയിൻ്റ് എന്താ പറയുന്നത്? മാൻ പവർ യൂട്ടിലൈസേഷൻ, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മാൻ പവർ. ദെൻ യൂഷ്വലി ദീസ് ഒബ്ജക്റ്റീവ്സ് ആർ കൺസിഡേർഡ് ഇൻ ടേംസ് ഓഫ് എംപ്ലോയി ടേൺ ഓവർ റേറ്റ്, safely measurement, industrial relations, etc. Fourth point is manufacturing services. Manufacturing services the provisions of proper and adequate manufacturing services directly affect the utilization of other inputs such as men, machines and materials. Proper objectives should be laid down for installation of important facilities such as power, water. അപ്പോൾ നമ്മൾ നാലാമത്തെ പോയിൻ്റ് എന്താണ്? മാനുഫാക്ചറിങ് സർവീസസ്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവീസസ്. ദ പ്രൊവിഷൻ ഓഫ് പ്രോപ്പർ ആൻഡ് ആഡിക്വേറ്റ് മാനുഫാക്ചറിങ് സർവീസസ് ഡയറക്ട്ലി അഫക്ട് ദ യൂട്ടിലൈസേഷൻ ഓഫ് അതർ ഇൻപുട്ട് സച്ച് ആസ് മാൻ,
മെറ്റീരിയൽ, മെഷീനറീസ് എക്സെട്ര. ഇങ്ങനെയുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ എന്താ പറയുക പ്രൊവിഷൻ, അതിൻ്റെ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രോപ്പർ ഒബ്ജക്റ്റീവ് ഷുഡ് ബി ലേഡ് ഡൗൺ ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റീസ് സച്ച് ആസ് പവർ, വാട്ടർ സപ്ലൈ ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്സെട്ര. ഇതുമായി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉണ്ടായിരിക്കണം, പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മാനുഫാക്ചറിങ് സർവീസസിൽ പറയുന്നത്. Thus, overall objective of the operations management can be to create added value of the organization. ഇതിൻ്റെ എല്ലാം ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് ആഡഡ് വാല്യൂ. ഓവറോൾ ഒബ്ജക്റ്റ് എന്താണ്? ടു ക്രിയേറ്റ് ആഡഡ് വാല്യൂ. ക്രിയേറ്റ് ആഡഡ് വാല്യൂ എന്താണ് മെയിൻ ഒബ്ജക്റ്റ്? ആഡഡ് വാല്യൂ. ടു പ്രൊവൈഡ് അഡീഷണൽ ആഡഡ് വാല്യൂ ഓഫ് ദ ഓർഗനൈസേഷൻ. And also it helps to achieve sustainable competitive advantage, be satisfy the demand and needs of the customers for companies to achieve sustainable competitive advantage, to achieve sustainable competitive advantage, competitive അഡ്വാൻറ്റേജ്. ഇതാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്? ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ പഠിക്കാനുള്ളത്. ഞാനതിനെ സമ്മപ്പ് ചെയ്യാം. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻടു 2: റിസോഴ്സ് സർവീസ്, കസ്റ്റമർ സർവീസസ് ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ സർവീസസ്. ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കസ്റ്റമർക്ക് ശരിയായിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന കസ്റ്റമർ സർവീസസും, അതേപോലെ തന്നെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ഫങ്ഷനുമാണ്, ഒബ്ജക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് കസ്റ്റമർ സർവീസസിൽ എങ്ങനെയാണ് നമുക്ക് കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഫസ്റ്റ് വൺ ഈസ് റിഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. രണ്ടാമത് ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. തേർഡ് വൺ ഫിക്സ് ടൈം ഷെഡ്യൂൾ. ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ലൈഡ് ഇൻ കസ്റ്റമർ സർവീസസ്. ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷനിലെ പറയുന്ന സബ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ ഓഫ് മെഷീനറി ആൻഡ് എക്വിപ്മെൻറ്റ്, ദെൻ മെറ്റീരിയൽ കൺട്രോളിംഗ്, then manpower utilization, and last point is manufacturing services. ഇതിൻ്റെ എല്ലാം ഓവറോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് added value to customers, then to achieve sustainable competitive advantage. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി, ഒബ്ജക്റ്റീവ്സ് മനസ്സിലായി. ഇന്നത്തെ ക്ലാസ്സിൽ 2 ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ, സെക്കൻഡ് വൺ പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സും. ഫങ്ഷൻസിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പോയിൻ്റ് എന്തൊക്കെയാണ്? ഡിസൈൻ ഫങ്ഷൻ, ഓപ്പറേഷൻസ് കൺട്രോൾ മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ് കൺട്രോളിംഗ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ, ലോങ് ടേം ഫങ്ഷൻ ആൻഡ് ഷോർട്ട് ടൈം ഫങ്ഷൻ. പിന്നെ പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് ഇതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻട്രാക്ഷൻ പീരീഡിൽ നിങ്ങൾ ചോദിക്കുക, മിണ്ടാതിരിക്കില്ല, എല്ലാവരും ചോദിക്കുക, നമുക്ക് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൾ.